ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവരെനിക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാർ തന്നെ എന്ന് ബൈബിൾ പറയുന്നു. ദൈവം വിളിച്ച് വേർതിരിച്ചവരെ ഒരുമിച്ച് പറയുന്ന പേരാണ് വിശുദ്ധന്മാരുടെ സംഘം. നമ്മളെല്ലാം വിശുദ്ധന്മാരാണ്. വിശുദ്ധന്മാരെന്ന് പറഞ്ഞാൽ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വന്നവർ. നമ്മളെ ഇടയ്ക്ക് കേൾക്കും, ഓ വലിയൊരു വിശുദ്ധൻ, നീ എന്താ എടാ ഒരു സിഗരറ്റ് വലിച്ചാലെന്താ, ഒരു ഗ്ലാസ് ഇതൊന്ന് കുടിച്ചാലെന്താണ്? ഇല്ല, നമുക്കത് കഴിയില്ല. കാരണം നാം ദൈവത്താൽ വേർതിരിക്കപ്പെട്ടവരാണ്. ഭൂമിയിലുള്ള വിശുദ്ധന്മാർ, സ്വർഗത്തിലുള്ള വിശുദ്ധന്മാരെന്നല്ല, ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവരെനിക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാർ. ഭൂമിയിലുള്ള വിശുദ്ധന്മാർ. വലിയ പാടാ ഭൂമിയിൽ വിശുദ്ധരായിട്ട് ജീവിക്കാൻ. എന്നാൽ നമുക്ക് കഴിയില്ല. ഫിലിപ്പി ലേഖനം 4:13 പോലെ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം ഞാൻ സകലത്തിലും മതിയാകും. നമുക്കായിട്ടൊരു വിശുദ്ധ ജീവിതം നയിക്കാൻ കഴിയില്ല. എന്നാൽ യേശുവിൻ്റെ വിശുദ്ധി, യേശുവിൻ്റെ നീതി യേശു നമ്മിലേക്ക് പകരുകയാണ്. ഒരുവൻ യേശുവിനെ സ്വീകരിക്കുമ്പോൾ ജീവിക്കുന്ന പിന്നെ നമ്മളല്ല, നമ്മിൽ യേശു ജീവിക്കാൻ തുടങ്ങുമ്പോൾ കാര്യം നടക്കും. നമ്മൾ ജീവിക്കാൻ തുടങ്ങിയ മൊത്തം കുളവും. ഞാൻ കുറയണം, യേശു വളരണം. യേശു ജീവിക്കും. യേശുവിൻ്റെ വിശുദ്ധിയാണ് നമ്മുടെ വിശുദ്ധി. യേശുവിൻ്റെ ശക്തിയാണ് നമ്മുടെ ശക്തി. യേശുവിൻ്റെ ജീവനാണ് നമ്മുടെ ജീവൻ. യേശുവിലാണ് നാം പരിപൂർണരാക്കപ്പെടുന്നത്. അതുകൊണ്ട് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാരായി ഭൂമിയിൽ വിശുദ്ധരായി ജീവിക്കാൻ നമുക്ക് കഴിയും. പഴയ നിയമത്തിൽ ദാനിയേൽ, ജോസഫ് ഇവരെല്ലാം വിശുദ്ധരായി ജീവിച്ചില്ലേ? തങ്ങളെ തന്നെ സൂക്ഷിച്ചു. അതിനേക്കാൾ ശക്തിയോടെ നമുക്ക് യേശു ക്രിസ്തുവിൽ വസിക്കുന്നത് കൊണ്ട് ജീവിക്കാൻ കഴിയും. അതിനുള്ള കൃപ യേശു നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ചേർന്ന് പാടി ആരാധിക്കാം. ക്രൂശിതനേ മഹോന്നതനേ നിത്യനായോനേ ഞാൻ നമിക്കുമേ. ഞാനാകുന്നവൻ ഞാനാകുന്നവനെ ഞാൻ സ്തുതിക്കുമേ. യേശുവിനെ നിൻ സാമീപ്യം യേശുനാഥാ എന്നിൽ ജീവശ്വാസം നൽകും ദേവാ. ധന്യം നിന്നെ ധ്യാനിക്കുന്നീ നേരം യേശുവേ. നായക യേശുവേ. നായക ക്രൂശിതനേ മഹോന്നതനേ നിത്യനായോനേ ഞാൻ നമിക്കുമേ. ഞാനാകുന്നവൻ ഞാനാകുന്നവനെ ഞാൻ സ്തുതിക്കുമേ. യേശുവിനെ എന്നെ തേടി വന്ന നാഥാ ഞാൻ എല്ലാ നാളും നിന്നെ വാഴ്ത്തും. എന്റെ ദുഃഖം സർവം മായ്ക്കും ദേവാ. യേശുവേ നായക. Oh
മഹോന്നതനെ നിത്യനായോനെ ഞാൻ നമിക്കുമേ. ഞാനാകുന്നവനെ ഞാൻ സ്തുതിക്കുമേ. യേശുവിനെ നിൻ വാഗ്ദത്തം നിത്യജീവൻ ഞാനും പ്രാപിക്കുവാൻ എന്നെ നിന്റെ ഉള്ളം കയ്യിൽ കാക്കും ആത്മനാഥ യേശുവേ. മായ്ക്കും ദേവാ യേശുവേ. നായക യേശുവേ, യേശുവേ. വിശ്വാസത്തിന്റെ നായകനെ യേശുവേ. നായക. യോഹന്നാൻ 7:31 പുരുഷാരത്തിൽ പലരും ക്രിസ്തു വരുമ്പോൾ ഇവൻ ചെയ്തതിലും അധികം അടയാളം ചെയ്യുമോ എന്ന് പറഞ്ഞ് അവനിൽ വിശ്വസിച്ചു. പുരുഷാർ ഇവനെക്കുറിച്ച് ഇങ്ങനെ കുശുകുശുക്കുന്നു എന്ന് പരീശന്മാർ കേട്ടാറെ അവനെ പിടിക്കേണ്ടതിന് മഹാപുരോഹിതന്മാരും പരീശന്മാരും ചേവകരെ അയച്ചു. എന്നിട്ട് യേശുവിനെ പിടിക്കാൻ പറ്റുന്നില്ല. കാരണം ഒരു കൂട്ടർ പറയണ് ക്രിസ്തു വരുമ്പോൾ അടയാളങ്ങളും അത്ഭുതം നടക്കും, ഇതുപോലൊരു അത്ഭുതം വേറെ ആരും ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഇത് തന്നെയാണ് ക്രിസ്തു എന്ന് പറഞ്ഞ് അന്നുള്ള കുറേ പേര് യേശുവിനെ വിശ്വസിച്ചപ്പോൾ ഉടനെ പരീശന്മാർക്കും പുരോഹിതന്മാർക്കും ഭയങ്കര അസൂയുണ്ടായി. ഇവനെ പിടിക്കണം, കൊല്ലണം. വാസ്തവത്തിൽ യേശുവിനെ ക്രൂശിച്ചത് മൊത്തം അസൂയയാണ്. ഇവരെക്കാൾ ഭൂരിപക്ഷം, ഇവരെക്കാൾ മാന്യത, ഇവരെക്കാൾ പദവി ജനങ്ങൾ യേശുവിന് കൊടുക്കുകയാണ്. യേശു ഒരു വാക്ക് പറഞ്ഞാൽ അത് ഭൂരിപക്ഷമാണ്. അന്നത്തെ കാലത്ത് യേശു പറയുകയാണ് ഇന്ന പാർട്ടിക്ക് വോട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ആ പാർട്ടിയെ ജയിക്കൂ. അതുപോലെ യേശുവിൻ്റെ സ്വാധീനം അത്ര വലുതായിരുന്നു. കാരണം യേശു സൗഖ്യമാക്കിയത് ലക്ഷക്കണക്കിന് ജനങ്ങളെയാണ്. യേശു ചെയ്ത അത്ഭുതങ്ങൾ വിവരിച്ചാൽ ഭൂമിയിൽ ഒരു പുസ്തകം എഴുതി ഈ ഭൂമിയിൽ ഒതുക്കാൻ കഴിയില്ലെന്ന്. പിന്നെ അടുത്ത വേറെ വല്ല ചൊവ്വയില വല്ലയിടത്തും കൊണ്ടുപോയി വേറെ പുസ്തകം വെക്കണം. കടൽ നികത്തി അവിടെയും പുസ്തകം അടുക്കി വെച്ചാലും യേശു ചെയ്ത അത്ഭുതങ്ങൾ ഇതെല്ലാം മനുഷ്യരിലല്ലേ ചെയ്തത്. അപ്പോൾ എത്രയോ മനുഷ്യർ യേശുവിനാൽ സ്വാധീനിക്കപ്പെട്ടു. പിന്നെ എല്ലാവരും യേശുവിനെ മറക്കണം, ശിഷ്യന്മാർ യേശുവിനെ വിട്ട് പോകണം, യേശു ഏകനായിട്ട് ആ കുരിശു ചുമക്കണം. ദൈവഹിതമാണ്. ഈ ജനങ്ങളെയെല്ലാം വീണ്ടും പരീശന്മാരും പുരോഹിതന്മാരും സ്വാധീനിച്ച് യേശുവിനെ ക്രൂശിക്കുക, ബറാബാസിനെ വിട്ടുതരിക എന്ന് പറയിപ്പിക്കുമ്പോൾ യേശുവിൽ നിന്ന് സൗഖ്യം കിട്ടി ഈ ജനമാണ് ഈ കിടന്ന് ആർക്കുന്നത്.
ഇവരല്ലേ ചെയ്യുന്നത്, ഇവരിൽ വസിക്കുന്ന പാപമാണ്. ഇതാ യേശു ചെയ്ത അത്ഭുതങ്ങൾ കണ്ടിട്ട് ഇവൻ ദൈവപുത്രനാണ് എന്ന് പറഞ്ഞ് യേശുവിൽ വിശ്വസിച്ചു. അത്ഭുതങ്ങളും അടയാളങ്ങളും ഈ ദിവസങ്ങളിൽ നമ്മുടെ ഇടയിൽ ഒന്ന് പെരുകുവാൻ നമ്മൾ പ്രാർത്ഥിക്കണം. അത്ഭുതങ്ങളും അടയാളങ്ങളും സകലരുടെ വായടച്ചു കളയും. 40 വർഷമായിട്ട് നടക്കാത്തൊരു മനുഷ്യൻ, പത്രോസ് യോഹന്നാനും അവനെ എഴുന്നേൽപ്പിച്ചു. വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല. 40 വർഷമായിട്ട് നടക്കാത്തവൻ നടന്നും തുള്ളിയും ദൈവത്തെ മഹത്വപ്പെടുത്തിയപ്പോൾ ആർക്ക് എതിര് പറയാൻ കഴിയുന്നില്ല. കാരണം സൗഖ്യമായവൻ അവരുടെ കൂടെ നിൽക്കുന്നുണ്ട്, ആർക്ക് എതിര് പറയാൻ കഴിയുന്നില്ല. ഇതുപോലൊരു സൂപ്പർ നാച്ചുറൽ നമ്മുടെ ജീവിതത്തിൽ നടക്കണം. വിടുതൽ ലഭിച്ചവരുടെ ഒരു കൂട്ടം ചുറ്റി നിൽക്കുന്ന ഒരു അനുഭവം നിങ്ങൾക്കും എനിക്കും ഉണ്ടാകണം. യേശുവിൻ്റെ നാമത്തിൽ ഇത് ഉറപ്പാണ്. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കും. ഈ ദിവസങ്ങളിൽ നമ്മൾ അതിനായിട്ട് ഫോക്കസ് ചെയ്യണം. അത്ഭുതങ്ങൾ പെരുകണം. ദൈവം തന്നെ മോശയോട് പറയുന്നു, മിസ്രയീമിൽ അത്ഭുതങ്ങൾ പെരുകേണ്ടതിന് ഫറവോൻ എൻ്റെ വാക്ക് കേൾക്കുകയില്ല, അല്ലെങ്കിൽ നീ പറയുന്നത് കേൾക്കില്ല. ദൈവവചനം അവർ കേൾക്കാതിരിക്കുന്നതോറും ഞാൻ എൻ്റെ അത്ഭുതങ്ങൾ വർദ്ധിപ്പിക്കും. 10 ബാധകളാണ് ആ രാജ്യത്തുണ്ടായത്. തവള, പേൻ എന്ന് വേണ്ട, നിറച്ച് നായീച്ച, കൽമഴ, കൂരിരുട്ട് എന്ന് വേണ്ട, അവസാനത്തെ അത്ഭുതമായ ഓരോ ഭവനത്തിലെ ആദ്യജാതന്മാർ മരിക്കുന്ന 10ാമത്തെ ബാധയ്ക്ക് മുമ്പേ ദൈവം പറഞ്ഞു, ആബീബ് മാസം 1-ാം തീയതി, അതായത് ഈ മാസം മാസങ്ങളുടെ ആരംഭ മാസമായിരിക്കണം. നിങ്ങളുടെ കലണ്ടറിനെ ഞാൻ തിരുത്തുകയാണ്. ഇതുവരെ നിങ്ങളുടെ കലണ്ടർ മിസ്രയീം കലണ്ടർ ആയിരുന്നെങ്കിൽ ഇതാ പുറപ്പാടിൻ്റെ സമയമായി നിങ്ങളുടെ കലണ്ടർ ആബീബ് മാസം ആണ് നിങ്ങളുടെ കലണ്ടർ. നിങ്ങളെന്ന് പുറപ്പെടുന്നു അന്നാണ് നിങ്ങളുടെ ജീവിതം ഒന്നിന്ന് തുടങ്ങുന്നത്. വലിയ അത്ഭുതങ്ങൾ ചെയ്ത് ദൈവം അവരെ അവിടെ നിന്ന് പുറത്തു കൊണ്ടുവന്നു. അത്ഭുതങ്ങൾ ചെയ്തു. ചെങ്കടലിനരികെയുള്ള മരുഭൂമിയിലൂടെ അവരെ ചുറ്റി നടത്തി. എന്തിനാണ്? അത്ഭുതങ്ങൾ പെരുകുവാൻ. മരുഭൂമിയിലൂടെ അവരെ നയിച്ചു. എന്തിനാണ്? ദിവസവും അത്ഭുതങ്ങൾ കാണാൻ. ദൈവം അത്ഭുതങ്ങൾ ചെയ്യാനും അത്ഭുതങ്ങൾ ചെയ്യിക്കാനുമായി നമ്മെ അയക്കുന്ന എല്ലാ തടസ്സങ്ങളെയും പിറുപിറുപ്പില്ലാതെ സ്വീകരിക്കും. ഇസ്രായേൽ മക്കൾ പിറുപിറുത്താണ് ഓരോ അത്ഭുതങ്ങൾ കണ്ടത്. ഞങ്ങൾക്ക് കഴിക്കാനൊന്നുമില്ല. ഉടനെ ദൈവം അവർക്ക് മന്ന കൊടുത്തു. ഞങ്ങൾക്ക് കുടിക്കാനില്ല, ഞങ്ങളിവിടെ കിടന്ന് ചാകും. ഉടനെ ദൈവം അവർക്ക് കുടിക്കാൻ കൊടുത്തു. ഞങ്ങൾക്ക് ഇറച്ചി മിസ്രൈമിലുണ്ടായിരുന്നു, ഞങ്ങൾക്ക് ഇവിടെ ഒന്നുമില്ല. ഉടനെ യേശു അവർക്ക് കാടപ്പക്ഷിയെ കൊണ്ടുവന്ന് കൊടുത്തു. എത്ര അത്ഭുതമാണ് അവിടെ നടന്നത്. എല്ലാവരും, കൊച്ചു കുട്ടികൾക്ക് വരെ ഈ കാടപ്പക്ഷിയെ പെറുക്കിയെടുക്കാം. വായുവിൽ പറന്ന് നിൽക്കുന്ന ഈ പക്ഷിയെ പിടിക്കാം. ഇവരാരും പറന്നു പോകുന്നില്ല. എന്ത് വലിയ അത്ഭുതമാണ്. ഈ പക്ഷികൾ പറയാണ്, ഞങ്ങൾക്ക് പറന്ന് പോകാൻ കഴിയില്ല. ഓരോ വ്യക്തികളുടെ അടുക്കൽ വന്ന് നിൽക്കുകയാണ്. ഇതുപോലെ നിനക്ക് പിടിക്കാൻ വേണ്ടി ദൈവം ചിലതൊക്കെ നിന്റെ കയ്യിൽ എത്തിക്കുന്ന ഒരു സീസൺ ആരംഭിച്ചു കഴിഞ്ഞു. അത്ഭുതങ്ങൾ നിന്റെ കയ്യിലേക്ക് നന്മ വരുന്ന പോലെ നീ എങ്ങും ഓടണ്ട. നീ ഇരിക്കുന്നിടത്തേക്ക് ചിലത് പറന്നു വരാൻ പോവുകയാണ്. ചില വഴികൾ തുറക്കാൻ പോവുകയാണ്. ചില വാതിലുകൾ തുറക്കാൻ പോവുകയാണ്. അത്ഭുതങ്ങൾ, യേശു ചെയ്ത അത്ഭുതം അല്ലേ? 31-ാം വാക്യമാണ്, പുരുഷാരത്തിൽ പലരും ക്രിസ്തു വരുമ്പോൾ ഇവൻ ചെയ്തതിൽ അധികം അടയാളം ചെയ്യുമോ എന്ന് പറഞ്ഞ് അവനിൽ വിശ്വസിച്ചു. ഇനി ക്രിസ്തു വന്നാൽ ഇതിലും വലുത് ചെയ്യോ? ഇതാണ് ക്രിസ്തു. യേശുവിനെ കർത്താവ് ക്രിസ്തുവെന്ന് അവർ ഏറ്റുപറഞ്ഞവർ പള്ളിഭ്രഷ്ടരാകണം. യോഹന്നാൻ 9 വരുമ്പോൾ നമുക്കത് കാണാം. യേശുവിനെ ക്രിസ്തുവെന്ന് ആരെങ്കിലും ഏറ്റുപറഞ്ഞാൽ പള്ളിഭ്രഷ്ടരാകണം. ഇനി ഒറ്റ മാർഗമേ ഉള്ളൂ. ജനങ്ങളെ പറഞ്ഞ് വഴക്കുണ്ടാക്കിയിട്ട് കാര്യമില്ല. ജനങ്ങളെ ഞങ്ങൾ പേടിക്കുന്നു. ചെയ്യാൻ പറ്റിയത് യേശുവിനെ ഉപദ്രവിക്കുക. എന്നാൽ നാഴിക സമയമാകാതെ യേശുവിനെ തൊടാനും അവർക്ക് കഴിയുന്നില്ല. ഇതൊരു വല്ലാത്ത കുരുക്കിലാണ്
യേശു അവിടെ പേടിക്കുന്നില്ല. യേശുവിൻ്റെ ദൗത്യങ്ങൾ നടക്കുകയാണ്. പിതാവിൻ്റെ പ്ലാനുകളും പദ്ധതികളെയും മറിച്ചു കളയാൻ ആർക്കും അവിടെ കഴിയില്ല. എന്നാൽ യേശു ഇനി 37-ാം വാക്യത്തിലോട്ട് വരാം. ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട്, ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജല നദികൾ ഒഴുകും. യേശു അവിടെ നിന്നുകൊണ്ട് പറയണം, എന്നിൽ നിന്ന് കുടിക്കുക. എന്നെ പിടിച്ചിട്ട് നിങ്ങൾക്ക് കാര്യമൊന്നുമില്ല, എന്നെ പിടിക്കേണ്ട സമയത്ത് പിടിച്ചോ, എന്നാൽ ഇപ്പോൾ വന്ന് എന്നിൽ നിന്ന് കുടിക്കുക, എന്നിൽ വിശ്വസിക്കുക, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന്. അവിടെ കുറെ പേര് യേശുവിനെ വിശ്വസിച്ചു. അപ്പോൾ യേശുവിനെ പിടിച്ച് കൊല്ലാൻ ഒത്തിരി പേര് പ്ലാൻ ചെയ്യുകയാണ്. ഇതിൻ്റെ നടുവിൽ യേശു പറയുകയാണ്, എന്നിൽ ആരെങ്കിലും വിശ്വസിച്ചാൽ അവൻ്റെ ഉള്ളിൽ നിന്ന് വലിയ നദികൾ പുറപ്പെടും. ഇത് വലിയ പാടായല്ലോ. യേശുവിൽ നിന്ന് പുറപ്പെടുന്ന നദിയാണ് അത്ഭുത നദികൾ, അടയാളത്തിൻ്റെ നദികൾ, വിടുതലിൻ്റെ നദികൾ. ഇത് എല്ലാവരിൽ നിന്നും പുറപ്പെടാൻ തുടങ്ങിയാൽ ഈ പരീശന്മാർ, ഈ പുരോഹിതന്മാർ ആരെയെല്ലാം ബന്ധിക്കും? ഇതാണ് പെന്തക്കോസ്ത് നാളിൽ സംഭവിച്ചത്. എല്ലാവരെയും പിടിച്ചു വെക്കാൻ കഴിയുന്നില്ല. എല്ലാവരിൽ നിന്നും നദികൾ തുറന്നു വീഴുകയാണ്. പുതിയ പുതിയ നദികൾ ഉണ്ടായി വരികയാണ്. ഓവർഫ്ലോ ആയിട്ട് ഒഴുകുന്ന നദികൾ, ഭയങ്കരമായി ഒഴുക്കുള്ള നദികൾ, ഒരു ഉരുൾപൊട്ടൽ പോലെ നമ്മുടെ ഉള്ളിൽ നിന്ന് ചാടി. അപ്പോൾ മുന്നോട്ട് പോകാതിരിക്കാൻ നമ്മെ തടയുന്ന കുറെ പാറക്കല്ല് പോലത്തെ ചില വിഷയങ്ങളുണ്ട്, പുറത്തോട്ട് ഈ വെള്ളത്തെ തള്ളുവാൻ കഴിയാത്ത. എന്നാൽ നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ ലോകത്തിൽ, ഭൂമിയിൽ വായിക്കുന്ന വാർത്ത, ഉരുൾപൊട്ടലുകൾ, വെള്ളം തിങ്ങിയിട്ട് അത് അടക്കി വെക്കാൻ കഴിയാതെ ആ ഭൂമി വെള്ളത്തെയും കല്ലിനെയും മരത്തെയും മണ്ണിനെയും ഒരുമിച്ച് തള്ളുകയാണ്. ഇതുപോലെ നീ സ്റ്റോർ ചെയ്യപ്പെട്ട് നിന്നാൽ മതി, ശക്തി സംഭരിച്ച് നിന്നാൽ മതി. ഇത് നിനക്ക് അടക്കി വെക്കാൻ കഴിയില്ല. ഒരു ദിവസം ഈ കൃപകളെല്ലാം പുറന്തള്ളം, അതൊരു വലിയ ഒഴുക്കായി മാറും. ഇത് കൊല്ലുന്ന ഒഴുക്കല്ല, ഇത് ജീവജല നദികളാണ്, ജീവിപ്പിക്കുന്ന. യഗസ്കേൽ 47 പറയുന്ന പോലത്തെ ഒരു നീന്തിയിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത വലിയ ഒരു നദി എന്തിനെ ഒഴുക്കിക്കൊണ്ടുപോകും? ഏത് പ്രതിബന്ധങ്ങളെ ഒഴുക്കും, എല്ലാ തടസ്സങ്ങളെ ഒഴുക്കിക്കൊണ്ടുപോകും. പിശാച് വെച്ചിരിക്കുന്ന എല്ലാ രോഗങ്ങളെ ഒഴുക്കിക്കളയും, എല്ലാ ശാപബന്ധനങ്ങളെ ഒഴുക്കിക്കളയും, എല്ലാ മാനുഷിക പദ്ധതികളെ ഒഴുക്കിക്കളയും, എല്ലാം ഒഴുക്കിക്കൊണ്ടുപോകും. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജല നദികൾ ഒഴുകും. നദികൾ പല ദിശയിലേക്ക്, പല ശാഖകളിലേക്ക് ഇത് ഒഴുകട്ടെ. ഏദനിൽ നിന്ന് ഒരു നദി ഒഴുകി 4 ശാഖയായിട്ട് പിരിഞ്ഞു. ഒന്നാമത്തെ നദി തന്നെ പറയുന്നു, അത് പീശോൻ, വെള്ളച്ചാട്ടം. 2-ാം അധ്യായം ഉൽപ്പത്തി പുസ്തകത്തിലുണ്ട്. അത് ഒഴുകുന്നിടത്ത് വലിയ വിലയേറിയ പൊന്നുണ്ട്. ആ ദേശത്തിലെ പൊന്ന് മേത്തരമാണ്. അവിടെ ഗുൽഗുലുവും ഗോമേതകവുമുണ്ട്. ഏറ്റവും വിലയേറിയതെല്ലാം ഈ ഒഴുക്കിനകത്ത് നമ്മുടെ കയ്യിലേക്ക് വരും. എത്രത്തോളം ഒഴുകാൻ അനുവദിക്കുമോ, നാം എത്രത്തോളം അഭിഷേകത്തെ ഒഴുകുവാൻ, കൃപകളെ ഒഴുകുവാൻ, പ്രാർത്ഥനയെ ഒഴുകുവാൻ, വചനധ്യാനത്തെ ഒഴുകുവാൻ, വിശ്വാസത്തെ ഒഴുകുവാൻ അനുവദിക്കുമോ, അത്രത്തോളം വിലയേറിയതെല്ലാം അവിടെ വെളിപ്പെട്ട് വരും. ഇന്ന് കർത്താവ് ഉപയോഗിക്കുന്ന ആരെയും നോക്കുക, അവർ പണത്തിന് വേണ്ടി ഇറങ്ങിയവരല്ല, അവർ കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കാൻ ഇറങ്ങിയവരാണ്. എന്നാൽ അവരുടെ ശുശ്രൂഷ ഒഴുകാൻ തുടങ്ങിയപ്പോൾ അതിനകത്ത് വിലയേറിയത് എല്ലാം കണ്ടെത്താൻ കഴിഞ്ഞു, എല്ലാം വിലപ്പെട്ടതും അവർ ആസ്വദിക്കാൻ കഴിഞ്ഞു. ഇതുപോലെ അസാധാരണമായ ദൈവപ്രവർത്തികൾ യേശു പറയുന്നത് എവിടെയാണ്? പ്രതികൂലത്തിന് നടുക്കാണ്. യേശു പറഞ്ഞത്, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് ഇതുപോലെ ഒഴുകാൻ തുടങ്ങിയാൽ എൻ്റെ ജീവിതം സക്സസ്സായി. യേശു ഈ ഭൂമിയിലേക്ക് വന്നത് വിശ്വസിക്കുന്ന എല്ലാവരും യേശുവിനേക്കാൾ വലിയ ആത്മീകമായ ഒഴുക്കുള്ളവരായിരിക്കണം.
അതാണ് യേശുവിൻ്റെ ഇഷ്ടം. നമ്മൾ യേശുവിനേക്കാൾ അധികം അത്ഭുതങ്ങളും അടയാളങ്ങളും കാണുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് യേശു കർത്താവാണ്. നിങ്ങൾക്ക് അങ്ങനെ ഒരു കൃപ ഇന്നു മുതൽ ഉണ്ടാകട്ടെ. നാളെ ഇതേ സമയത്ത് നമ്മൾ വരുന്നതിന് മുമ്പ് തന്നെ ഒരു വലിയ പ്രാർത്ഥനയോടെ നമുക്ക് ഇന്ന് പിരിയാം. ഇന്നു മുതൽ ഒരു വലിയ തീരുമാനമുണ്ടാകട്ടെ. യേശുവിൽ വിശ്വസിച്ചാൽ വലിയ അത്ഭുതങ്ങളിൽ നിന്ന് ചാടിപ്പുറപ്പെടും എന്ന് നമുക്ക് വിശ്വസിക്കാം. യേശുവിൻ്റെ വിജയരഹസ്യം അതായിരുന്നു. നമുക്ക് യേശുവിനെ അനുഗമിക്കാം, പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ ഇന്നത്തെ ദൈവവചനം കേട്ട എല്ലാവരുടെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ നദികൾ ഒഴുകട്ടെ, സൗഖ്യങ്ങൾ ഒഴുകട്ടെ. മോശയിലൂടെ ഒഴുകി, ഏലിയാവിലൂടെ ഒഴുകി, ഏലീശയിലൂടെ ഇരട്ടി ഒഴുകി. ഇതുപോലെ ഇത് കേൾക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ ഓരോ സീസണും വേണ്ട അവരുടെ ആവശ്യങ്ങളുടെ അത്ഭുതങ്ങൾ നിറവേറപ്പെടട്ടെ. എല്ലാ തടസ്സങ്ങളും മാറട്ടെ. സൗഖ്യങ്ങളും വിടുതലുകളും ഉയർച്ചകളും കൽപ്പിച്ചാക്കും. പരിശുദ്ധാത്മാവ് അത് ചെയ്യണം. യേശുവിൻ നാമത്തിൽ ആമേൻ. വിലപ്പെട്ട അനുഭവങ്ങൾ കർത്താവ് യേശു നമുക്ക് തരട്ടെ. നാളെ ഇതേ സമയത്ത് കാണാം. ഈ മീഡിയയെ സപ്പോർട്ട് ചെയ്യുവാൻ താല്പര്യപ്പെടുന്നവർ ഈ മീഡിയയിൽ കാണുന്ന അക്കൗണ്ട് നമ്പറിൽ കൈത്താങ്ങൾ തരുവാൻ മറക്കരുത്. നമുക്ക് ഒരുമിച്ച് ദൈവരാജ്യം പണിയാം. ഗോഡ് ബ്ലെസ് യു.